warahmatullah. Alhamdulillah rabbil alamin. Wassalatu wassalamu ala ashrafil mursalin wa ala alihi wasahbihi ajma'in. Amma ba'd. പ്രിയമുള്ളവരെ, സൂറത്ത് ആലു ഇമ്രാനിലെ 118 ആയത്ത് മുതലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا لكم الآيات إن كنتم تعقلون. ഉഹദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സന്ദർഭത്തിൽ വന്ന ആയത്തുകളാണ് ഇത്. വിശ്വസിച്ചവരെ, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിതാനതൻ മിൻ ദൂനിക്കും. ബിതാനത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ അത്രമേൽ നിങ്ങളെ രഹസ്യങ്ങൾ അറിയുന്ന ഉള്ളുകള്ളികളും നിങ്ങളുടെ ആഭ്യന്തര രഹസ്യങ്ങളും ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളിൽപ്പെട്ടവരല്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾ അതൊന്നും കൈമാറരുത്. അത് ഉഹദ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ചാരപ്രവർത്തനങ്ങൾക്ക് നല്ല സാധ്യതയുള്ള മണ്ണായിരുന്നു മദീന. നമുക്കറിയാം, ഇപ്പോൾ ദുബായ് ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് കേന്ദ്രമാണ്. 100 രാജ്യത്തെ ജനങ്ങൾ ഇടപഴകുന്ന നാട്. അപ്പോൾ ആർക്കും അവിടെയുള്ള ഉള്ളിലെ കാര്യങ്ങൾ അറിയാം, അവിടുത്തെ സംവിധാനങ്ങളും അപ്പോൾ ഈ രഹസ്യങ്ങൾ ദുബായ് പോലുള്ള ഒരു നാടിനെ പറ്റി പുറത്തെ ആളുകൾക്ക് എത്തിക്കാൻ വളരെ ഈസിയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ. എന്ന പോലെ മദീന എന്ന ഈ ഒരു സംവിധാനം അന്നത്തെ പിന്നെ അവിടുത്തെ ഗോത്രങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ജൂതന്മാരായാലും ഖുറൈശികളായാലും അവർ ഇസ്ലാം അവിടെ മദീനയിൽ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ വളരെ നല്ല ബന്ധങ്ങൾ അവിടെ ഉള്ള ആളുകളുമായിട്ട് പുറം രാജ്യക്കാർക്കുണ്ട്, പുറം നാട്ടുകാർക്കുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ മദീനയിൽ നിന്ന് വരികയും പോവുകയും അവിടെയുള്ള സുഹൃബന്ധങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ജൂതന്മാരായ ആളുകൾ. വളരെ അവിടുത്തെ ഹൗസ്, ഖദറജ് ഗോത്രങ്ങൾ, പിന്നെ അതുപോലെ തന്നെ മറ്റ് ബനു നദീർ, ബനു കൗനുക, അങ്ങനെ ഒരുപാട് ഗോത്രങ്ങൾ അവിടെ ഉണ്ട്. ഈ ഗോത്രങ്ങൾ മദീനയുടെ സമീപ പ്രദേശത്തുള്ള ജൂത ഗോത്രങ്ങളും അവരും ഇടയ്ക്ക് ഇങ്ങനെ വരും, മദീന സന്ദർശിക്കാൻ വരും. എന്നിട്ട് അവിടുന്ന് ന്യൂസ് എടുക്കാൻ വേണ്ടി വരുന്നവരാണ്. എന്നിട്ട് അത് ഖുറൈശികൾക്ക് ചോർത്തി കൊടുക്കാനും ആ മദീനയെ ഇല്ലാതാക്കുക എന്നത് അവരുടെ ഉള്ളിൽ അങ്ങനെ അവർ ശത്രുതാപരമായിട്ട് വരുന്നതാണ്. സുഹൃബന്ധം നടിച്ച് ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ അവർ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരെ നിങ്ങൾ മുഅ്മിനീങ്ങൾ, അപ്പോൾ അത് യുദ്ധസമാനമായ സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ ആയത്തെടുത്തിട്ട് നമ്മുടെ നാട്ടിൽ കേരളത്തിൽ മലയാളികളും മറ്റു മതസ്ഥരായ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊന്നും നമ്മൾ രഹസ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങളൊന്നും പറയരുത്, സുഹൃബന്ധം ഉണ്ടാക്കരുത്, അങ്ങനെയൊന്നും ദുർവ്യാഖ്യാനം ചെയ്യാൻ പറ്റില്ല. അത് യുദ്ധസമാനമായ സാഹചര്യത്തിൽ അങ്ങനെ വന്നതാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടായി. മദീനയിലേക്ക് വന്ന മക്കയിലെ ചില ചാരപ്പണിക്ക് മാത്രം വന്ന, രഹസ്യങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന ആളുകളുടെ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി മുഖേന അള്ളാഹു അറിയിച്ചു കൊടുത്തതും ഈ സമയം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഉള്ളുകള്ളികൾ അറിയുന്ന ഒരു വല്ലാത്ത ഫ്രണ്ട്ഷിപ്പ് അവരുമായിട്ട് നിങ്ങൾ വരുത്തേണ്ടതില്ല. അപ്പോൾ നിങ്ങൾക്കൊരു വിപത്തുണ്ടാവാനും ഒരു വീഴ്ച അതിന് വേണ്ടിയിട്ടാണ് അവരാഗ്രഹിക്കുന്നത്. നിങ്ങളെന്തെങ്കിലും പ്രയാസം ഉണ്ടാവണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്, അത് അവരിഷ്ടപ്പെടുന്നത്. അപ്പോൾ അവരുടെ നെഞ്ചിൽ അങ്ങനെയാണ് അവർക്ക് നിങ്ങളോട് വല്ലാത്ത കോപവും വിദ്വേഷവും ഒക്കെ അവരുടെ മനസ്സിലുണ്ട്. അവരുടെ മനസ്സ് അവർ ഒളിപ്പിച്ച് വെച്ചിട്ട് നമ്മളോട് സ്നേഹം നടിക്കുകയാണ്. അപ്പോൾ
നിങ്ങളത് ഇൻകുന്തും തഖിൽ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ അത് വ്യക്തമാക്കി തരികയാണ്. അള്ളാഹു ഈ ആയത്തിലൂടെ വ്യക്തമാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സൂക്ഷിക്കണം. യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില സന്ദർശനങ്ങളൊക്കെ അവർ ഈ അർത്ഥത്തിൽ നടത്തിയതാണ് എന്ന ബോധ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും വിശ്വാസികൾക്കും മനസ്സിലാക്കുന്ന ആയത്താണ്. ഹാ അൻതും ഊലാഇ തുഹിബ്ബൂനഹും വലാ യുഹിബ്ബൂനകും. അതായത് നിങ്ങളെ സ്ഥിതി, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. നമ്മളിപ്പം ഈ നിഷ്കളങ്കമായിട്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ മനസ്സിൽ ആ സ്നേഹമൊന്നുമില്ല. അവർ നിങ്ങളെ സ്നേഹിക്കണില്ല. നിങ്ങൾ തുഅ്മിനൂന ബിൽ കിതാബി കുല്ലി, നിങ്ങൾ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്തുന്നു. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ സർവ്വ വേദങ്ങളെയും സത്യപ്പെടുത്തുന്നതാണ്. ഇഞ്ചീലും തൗറാത്തും സബൂറും വേദങ്ങളായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും വന്നിട്ടുള്ള വേദദർശനങ്ങളെ സത്യപ്പെടുത്തുന്നവരാണ് മുസ്ലിം. എന്നാൽ ഇദാ ലഖൂക്കും ഖാലൂ ആമന്ന, നിങ്ങളെ കാണുമ്പോൾ അവർ വിശ്വാസി, അങ്ങനെ വേദം സത്യപ്പെടുത്തുക എന്നൊക്കെ അവരിങ്ങനെ ഖുർആനൊക്കെ സത്യമാണെന്നൊക്കെ പറയാനല്ലാതെ ഇദാ ഖലൗ അദ്ദൂ അലൈക്കുമുൽ അനാമില മിനൽ ഗൈദ്, അവർക്ക് വിദ്വേഷമാണ്, കടുത്ത വിദ്വേഷവും കോപവുമായിട്ട് അവർ നടക്കുന്ന ആളുകളാണ്. അവരവരുടെ കൂട്ടത്തിലെത്തി അവർ പിരിഞ്ഞു പോയാൽ അവരവരോട് പറയുന്ന ഒരു വിരൽ കടിക്കുന്ന സ്വഭാവമാണ്. അങ്ങ് പറഞ്ഞതിൻ്റെ പേരിൽ പോലും അവർക്ക് വിരലടിക്കുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട്. ഇന്നല്ലാഹ അലീമും ബിദാതി സുദൂർ, മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ വരെ അള്ളാഹു അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അവിടെ വരുന്നുണ്ട്, അവരെ സൂക്ഷിച്ചുകൊള്ളുക എന്നുള്ളതാണ് ഈ യുദ്ധത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ചില വർത്തമാനങ്ങൾ അള്ളാഹു ഖുർആനിലൂടെ അറിയിക്കുകയാണ്. ഇൻ തംസസ്കും ഹസന, നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ ഉണ്ടാവുകയാണെങ്കിലോ അവർക്കത് തസ്ഉഹും വഇൻ തുസിബുകും സയ്യിഅതുൻ യഫ്റഹൂ ബിഹാ, അവർക്കൊരു മനപ്രയാസമാണ് അതുകൊണ്ടുണ്ടാവുക. നിങ്ങൾക്കൊരു നന്മ ഹസനത്ത് വന്നാൽ അവർക്കതൊരു മനസ്സിലൊരു ബുദ്ധിമുട്ടോ, അവർക്കത് കിട്ടിയല്ലോ എന്നൊരു മനപ്രയാസമാണ് അവർക്ക് ഉണ്ടാവുക. എന്നാൽ എന്തെങ്കിലുമൊക്കെ ദോഷം നിങ്ങൾക്ക് ഉണ്ടായാലോ, മദീനയ്ക്കൊരു പ്രയാസം ഉണ്ടായാലോ അവരതിൽ സന്തോഷിക്കുന്നവരാണ്. വഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യദുർറുകും കൈദുഹും ശൈആ, നിങ്ങൾ ക്ഷമിക്കുക, സൂക്ഷ്മത പാലിക്കുക. നിങ്ങൾ നന്നായിട്ട് സബർ ചെയ്യുക കുറച്ച്, എന്നിട്ട് നിങ്ങൾ സൂക്ഷ്മതയോടെ മുന്നോട്ട് പോവുക. അവരുടെ യാതൊരു തന്ത്രവും നിങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്തൂല. അവർ പ്രവർത്തിക്കുന്നതൊക്കെയും അല്ലാഹ ബിമാ തഅമലൂന മുഹീത്, സസൂക്ഷ്മം നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നവനാണ് അള്ളാഹു. എല്ലാം അറിയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക, ശത്രുക്കളുടെ കെണിയിൽ നിങ്ങൾ വീഴാൻ പാടില്ല. വഇദ ഗദൗത മിൻ അഹ്ലിക തുബവ്വിഉൽ മുഅ്മിനീന മഖാഇദ ലിൽഖിതാൽ വല്ലാഹു സമീഉൻ അലീം. ആദാവത്ത് മിൻ അഹ്ലി, നീ കുടുംബത്തിൽ നിന്ന് രാവിലെ ഇറങ്ങിയത് ഓർക്കണില്ലേ? ഉഹദ് യുദ്ധത്തിന് വേണ്ടിയിട്ട്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വിട്ട് മദീന വിട്ട് ഉഹദിലേക്ക് യാത്ര പോയത് ഓർക്കണില്ലേ? വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നും അറിയുന്നുമുണ്ട്. അപ്പോൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആ സമയം ഓർക്കണില്ലേ? എന്തൊക്കെ അബദ്ധങ്ങളുണ്ടായി, വിശ്വാസികളുടെ അടി തെറ്റിപ്പോയ ഒരു വലിയ ഒരു പ്രയാസമുണ്ടായ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. إذ هم الطائفتان منكم أن تفشلا والله وليهما وعلى الله فليتوكل المؤمنين. ഈ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ കുറ്റമാണ്, വലിയ തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് യുദ്ധ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അങ്ങനെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സത്യവിശ്വാസികളായ ഇപ്പം മദീനത്ത് തന്നെ മദീനയെ ആക്രമിക്കാൻ നല്ലൊരു ശതമാനം സഹാബാക്കളും എതിർത്തു. മദീന നമുക്ക് അഭയം തന്ന മണ്ണ, അപ്പം മദീനയെ ആക്രമിക്കരുത്, നമുക്ക് ഉഹദിലേക്ക് പോകാം, അവിടെ വെച്ചിട്ട് നമുക്ക് അവരെ പ്രതിരോധിക്കാം എന്നാണ്. അങ്ങനെയാണ് ഉഹദിലേക്ക് ഇറങ്ങുമ്പം മദീനക്കാരുണ്ട്, മക്കക്കാരുണ്ട്, മുഹാജിറുകളും അൻസ്വാരികളും ഒരുമിച്ച് ഇറങ്ങിയതൊക്കെ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ജൂതന്മാരായ ആളുകൾ ഈ വല്ലാത്ത ചാരപ്രവർത്തനം നടത്തി അവരൊരു ടീമിനെ തന്നെ പിന്നെ മാനസികമായിട്ട് അവരുടെ കൂടെ ആക്കിയിട്ടുണ്ട്. വിശ്വാസികളുടെ പക്ഷത്ത് നിഫാഖ് ഉണ്ടാക്കിയിട്ട് ചില ആളുകൾ കൂട്ടത്തിൽ. അപ്പം
മുസ്ലിങ്ങളുടെ ഇപ്പോൾ 1000 പേരാണ് അവിടുന്ന് പുറപ്പെടുന്നത് മദീനയിൽ നിന്ന്. മറ്റുള്ളവർ ശത്രുക്കൾ 3000 പേരാണ്. അപ്പോൾ ഈ യുദ്ധം പ്രതിരോധിക്കാണ്, സ്വന്തം നാട് ആക്രമിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാ. പക്ഷെ വഴിയിൽ വെച്ച് 300ഓളം വരുന്ന ആളുകൾ തിരിച്ചു പോകുന്നൊരവസ്ഥ. അത് ആ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം അവർ ചെയ്യുന്ന പണികളാണ്, പിശാചിൻ്റെ ആളുകളും. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ, എന്നാൽ സത്യവിശ്വാസികൾ അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. നമ്മൾ 700 പേരേ ഉള്ളൂ. അത് തന്നെ ഉഹദ് യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചു, ശത്രുക്കൾ പിന്തിരിഞ്ഞോടി. അപ്പോൾ ഉഹദ് മലയുടെ ഭാഗത്ത് നിർത്തിയിരുന്ന 50ഓളം വരുന്ന സൈന്യത്തിലെ അമ്പെയ്ത്തുകാരായ ആളുകൾ, അവരോട് അവിടെ നിന്ന് ഇറങ്ങരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അവർ ഇറങ്ങി. ആ ഒരു ലൂപ്പ് ഹോൾ അത് വെച്ചിട്ട് ഖാലിദ് ബിൻ വലീദിൻ്റെ സൈന്യം പിന്നീട് ആക്രമിച്ചു. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് വിശദമായിട്ട് പറയാത്തത്. അപ്പോൾ തിരിച്ച് രണ്ടാമത് കിട്ടിയ അടി പിന്നിന്ന് ആക്രമിക്കുന്നത് കണ്ടപ്പോൾ മുന്നിന്ന് പിന്തിരിഞ്ഞോടിയ ശത്രുക്കൾ അവർക്ക് പൂർവ്വ ശക്തിയോടെ അവർ തിരിച്ചടിച്ചു. അപ്പോൾ രണ്ടും കൂടെ താങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അതിൻ്റെ അടുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന വാർത്തയൊക്കെ അവിടെ ഈ യുദ്ധകളത്തിൽ ഉണ്ടാവുകയും അങ്ങനെ മൊത്തത്തിലൊരു കൺഫ്യൂഷനും അല്ലാതെ പ്രയാസമൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള സ്രോതസ്, ഇതിൻ്റെയൊക്കെ കാരണം രണ്ടാണ്. ഒന്ന്, യതവക്കലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾ ഇത് എന്നിട്ട് അവർ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ യതവക്കലിൽ മുഅ്മിനീൻ, ഈമാനുള്ള ഉറച്ച വിശ്വാസമുള്ള സഹാബത്തിൻ്റെ ആ നെഞ്ചുറപ്പിലാണ് അവർ ഉറച്ചു നിന്നത്, പ്രതിരോധിച്ചത്. എന്നാൽ അവിശ്വാസികളായ ആളുകളെ നിങ്ങൾ ഉള്ളുകള്ളികൾ അറിയുന്നവരാക്കിയിട്ട് അവരെ കൂടെ കൂട്ടിയാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. അത് ആ ബദറിനോടുള്ള സന്ദേശം മാത്രമല്ല, മുന്നോട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങളോട്, സംഘ സംവിധാനങ്ങളോട്, ദീനി സംരംഭങ്ങളിലൊക്കെ നമ്മൾ മറ്റുള്ളവരൊക്കെ കൂടെ കൂട്ടാൻ നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അവരെ കൂടെ കൂട്ടുന്നതോടുകൂടെ നിങ്ങളുടെ മനോവീര്യം കെടുകയും അവരാവട്ടെ പിന്തിരിഞ്ഞ് ഓടേണ്ട സന്ദർഭത്തിൽ അവർ ഓടുകയും ചെയ്യും. അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു നേട്ടം കിട്ടാനൊന്നുമല്ല, അവർ നിങ്ങളെ ദുരുപയോഗം ചെയ്യുക എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. ഇത് കാലിക പ്രസക്തമായ കാര്യമാണ്. യുദ്ധസമയം മാത്രമല്ല, മദീനയിലെ യുദ്ധ സാഹചര്യത്തിൽ അവതരിച്ചതാണെങ്കിലും എക്കാലത്തും അത് ഓർക്കപ്പെടേണ്ട സംഗതി കൂടിയാണ്. ഇങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു നന്മ കിട്ടിയാൽ ആ നന്മയിൽ പോലും അവർ സങ്കടപ്പെടുന്നവരാന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളെ കൂടെ കൂടി നിന്നിട്ട് നിങ്ങളെപ്പോലെ വിശ്വാസികളാന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും നമ്മുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് കൂടെ നിന്ന് കാല് വരിക, തോളിലിരുന്ന് ചെവി കടിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ നമ്മൾ കൃത്യമായി കരുതിയിരിക്കണം എന്ന സന്ദേശം അത് മദീനയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും യുദ്ധാനന്തരം ഈ ആയത്തുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ രണ്ട് വിഭാഗം. അപ്പോൾ അവർ യുദ്ധസമയത്ത് അങ്ങനെയുണ്ട്, യുദ്ധം തുടങ്ങിയ ശേഷം നമ്മളിതാ തോൽക്കാൻ പോകുന്നു എന്ന് കണ്ടപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധം രണ്ടു ഭാഗത്തും നമ്മൾ ആ സന്ദർഭത്തിൽ മരണഭയത്താൽ പിന്തിരിഞ്ഞോടിയ ആളുകളുണ്ട് ഉഹദ് യുദ്ധത്തിൽ. അപ്പോൾ അങ്ങനെ വിശ്വാസികളുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ട സന്ദർഭമായിരുന്നു ഉഹദിൻ്റെ രണാങ്കണം. അവിടെ വെച്ചിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിനെ രക്തസാക്ഷിത്വം വരിക്കേണ്ടി വരുന്ന ആ സന്ദർഭം നമ്മൾ ഓർക്കുകയാണ്. അപ്പോൾ ചതിയിലൂടെയും പിന്നിന്ന് ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുദ്ധതന്ത്രമായിട്ട് അവർ കാണുന്നെങ്കിലും അതൊക്കെ ചതിയായിരുന്നു, നേരിട്ടല്ലേ പോരാടേണ്ടത്. പക്ഷേ അങ്ങനെയെങ്കിലും എന്നാലും അവിടെ നിഗൂഢമായി കിടക്കുന്ന ഒരു കാര്യം, ഉഹദിൽ വെച്ച് എല്ലാവരെയും തീർക്കാൻ പറ്റുന്ന അത്രയും നല്ല സാഹചര്യം ഉണ്ടായിട്ടും എന്തോ ഒരു ഭയം അവരെ പിടികൂടി എന്നുള്ളതാണ്. എന്തോ ഒരു ഭയവും. കാരണം ഈ നബിയും സഹാബത്തും എന്നിട്ടുണ്ടല്ലോ 700 പേരിൽ നല്ലൊരു ശതമാനം ആളുകളും അവിടെ യുദ്ധത്തിൽ കുറച്ചെങ്ങാനും രക്തസാക്ഷിത്വം ഉണ്ടായി എന്നല്ലാതെ ബഹുഭൂരിപക്ഷം മുസ്ലിം പക്ഷത്തുള്ള സൈന്യവും അവിടെ ഉണ്ട്. അവരെ തീർക്കാൻ പറ്റുമായിരുന്നിട്ട് പിന്നെ അങ്ങോട്ട് അവർക്ക് എന്തോ കയറാൻ തോന്നാതെ അവർ തിരിച്ചു പോവുകയാണ് ചെയ്തത്. അവർക്ക് എന്തോ ഒരു ഭയം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശത്രുക്കൾ പിന്നെ 3000-ഓളം വരുന്ന സൈന്യമുണ്ട്. പക്ഷെ എന്തോ അവർക്ക് അങ്ങനെ ഇരട്ടിയായിട്ടൊക്കെ തോന്നിയെന്നാണ്. സൈന്യത്തെ ഒരുപാട് ഇനിയും മുസ്ലിം ഭാഗത്ത് ഒരുപാട് സൈന്യമുള്ളതായിട്ടൊക്കെ തോന്നുകയും എന്തോ ഒരു ഭയം അവരെ പിടികൂടുകയും അവർ പോവുകയും ചെയ്തു. അത് നിഗൂഢമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചത് കൊണ്ട് തന്നെ ഫലിയതവക്കലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ തവക്കൽ കാരണമായിരിക്കാം അങ്ങനെ ആ സൈന്യം അവിടുന്ന് പിൻവാങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ബദറിലുള്ള പ്രതികാരം തീർക്കാൻ വന്നതാണ്, അല്ലെ മദീനയെ ആക്രമിക്കാൻ വന്നതല്ല, ബദറിലെ പ്രതികാരം തീർക്കാൻ ഞങ്ങൾ വന്നതാണ് എന്ന് പറയുന്നുണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, അവിടെ തന്നെ പറയുന്നത് ബിബദരിൻ വഅൻതും അദില്ല ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ.
നിങ്ങളെ ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ? എന്തേ ബദറിൽ സഹായിച്ച അള്ളാഹു ഉഹദിൽ നിങ്ങളെ സഹായിക്കാതിരുന്നത്? സഹായിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ ഇത്ര ഒരു ദൈന്യത ഉണ്ടാവാൻ കാരണം നിങ്ങളുടെ തന്നെ വീഴ്ചയാണ്. പൂർണ്ണമായ തവക്കുലിൻ്റെ അഭാവം, രക്തസാക്ഷിത്വം കൊതിച്ചുകൊണ്ടുള്ള ഒരു വിശ്വാസി, അതായത് കേടുള്ള ആൾ. ഒരു സന്ദർഭത്തിൽ ഒരിക്കലൊരു ഹദീസിൻ്റെ റിവായത്തിലുണ്ട്, ഒരു സദസ്സിൽ വെച്ചിട്ട് ഒരാളോട്, ഒരു ആൾ നമ്മുടെ കൂട്ടത്തിൻ്റെ ആൾ ഇവിടുന്ന് പോകണം, നമ്മുടെ സദസ്സിന് ബർക്കത്തില്ല, അയാൾ വലിയ തെറ്റ് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞ് കുടുംബബന്ധം മുറിച്ച ഒരാളെ പറ്റി അങ്ങനെ അയാളോട് പോകാൻ പറയുന്നൊരു സാഹചര്യമൊക്കെ എന്ന് വെച്ചാൽ വിശുദ്ധിയുള്ള ഒരു സംഘത്തിനാണ് എപ്പോഴും ബർക്കത്ത് ഉണ്ടാവുക. അതായത് നമ്മളെ നല്ല ശുദ്ധമായ ഒരു കുടിവെള്ളത്തിൽ മലിനം ജലം ഒരു തുള്ളിയാണെങ്കിലും കലർന്ന അത് നമുക്കത് ഇഷ്ടപ്പെടില്ലല്ലോ. എന്ന പോലെ സത്യവിശ്വാസികൾ ഒരു ചീർപ്പിൻ്റെ പല്ല് പോലെ ഒന്നിച്ച് നിൽക്കേണ്ട, ഒരു പാശത്തെ മുറുകെ പിടിച്ച് ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്. അവരിങ്ങനെ സ്പ്ലിറ്റായിട്ട് പോകാനും, അതുപോലെ തന്നെ കപടവിശ്വാസികളോട് അങ്ങനെ ആത്മബന്ധം, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അവർക്ക് ചോർത്തി കൊടുക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഇസ്ലാമിന് മൊത്തത്തിൽ സമുദായം എന്നുള്ള അർത്ഥത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് അവരോടൊന്നും ബന്ധം വേണ്ടെന്നൊന്നും അല്ല പറയുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ആത്മമിത്രമാക്കി അവരെ വരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ആളറിഞ്ഞ് കളിക്കണം. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആളറിഞ്ഞ് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ. അവരെ നമ്മൾ അറിയണമായിരുന്നു. യുദ്ധത്തിൽ 300 ആൾ പോകണമെങ്കിൽ അങ്ങനെ നമ്മളെ ചതിക്കുമെന്ന പ്ലാൻ അവർക്കുള്ളത് നമ്മൾ അറിയണമായിരുന്നു എന്ന തിരുത്താണ് അവിടെ ഖുർആൻ ചെയ്യുന്നത്. إذ تقول للمؤمنين ألن يكفيكم أن يمدكم ربكم ب3,000 من الملائكة منزلين. സത്യവിശ്വാസികളായ ആളുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തഖൂലൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് പറയാം, അയ്യുക്ഫിയക്കും അയ്യുമിദ്ദുക്കും. സത്യവിശ്വാസികൾ, നിങ്ങളുടെ നാഥൻ 3000 ആൾക്കാരെ ഇറക്കിയിട്ട് നിങ്ങളെ സഹായിക്കണം. അത് നിങ്ങൾക്ക് മതിയായില്ലേ? അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ അള്ളാഹു വരുമായിരുന്നു. 3000 ആളുകളെ കൊണ്ട് 3000 മലക്കുകളെ കൊണ്ട് തന്നെ സഹായിക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വിശ്വാസികളായിട്ട് നിലകൊള്ളണം, അങ്ങനെ നിലകൊള്ളേണ്ടതുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നിങ്ങൾ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുന്നവരായിരുന്നെങ്കിൽ, വത്തഖൂ, നിങ്ങൾ സൂക്ഷ്മത പാലിച്ചിരുന്നെങ്കിൽ, ഇത്തരം വിഷയത്തിലൊക്കെ നിങ്ങൾ സൂക്ഷ്മത. അത് അള്ളാഹ് മുഴുവൻ ഇങ്ങനെ ബേബി സ്പൂൺ, എന്താ പറയുക, കുട്ടികൾക്ക് നമ്മൾ ഈ ഭക്ഷണമൊക്കെ വായിൽ വെച്ച് കൊടുക്കണ പോലെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചിരുന്നു. നിങ്ങൾ ചെയ്യേണ്ട പണികൾ നിങ്ങൾ ചെയ്യണം, നിങ്ങൾ ക്ഷമിക്കണമായിരുന്നു. നിങ്ങൾ ഇക്കാര്യത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം. നിങ്ങളെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്ത് നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ജൂതഗോത്രങ്ങൾക്കും അവർ ന്യൂസ് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ദൗർബല്യങ്ങൾ വരെ അവർക്ക് അറിയാം. നിങ്ങൾ 1000 ഇറക്കേണ്ട ഒരു 3000 സൈന്യത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ കാര്യങ്ങളും കണക്കുകളൊക്കെ നിങ്ങൾ പറയും. നിങ്ങളുടെ കർമ്മഫലമാണ് നിങ്ങളിന്ന് അനുഭവിക്കുന്നത്. ഒറ്റക്കൂ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണമായിരുന്നു. അല്ലെ 3000 മലക്കുകൾ ഇറക്കിയിട്ട് 3000 എതിരെ അള്ളാഹ്ക്ക് അത് കഴിയാത്തോണ്ടാണോ? ഉഹുദ് മല എടുത്തിട്ട് ആ ഉഹുദിന്റെ സമയത്ത് ചോദിക്കുന്നത്ര മലക്ക് വന്നിട്ട് ഈ മല എടുത്തിട്ട് ആ ജനതയെ മുഴുവൻ അങ്ങ് നശിപ്പിച്ച് കളയട്ടെ എന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അത്രമേൽ അവിടെ ശിക്ഷയുടെ മലക്കുകൾ അത് ചെയ്യാന്ന് വരെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വേണ്ട, അവരുടെ മക്കൾ നമ്മുടെ ഹിദായത്തിലാവേണ്ടവരാണ് എന്ന് പറഞ്ഞത് ഒഴിവാക്കുകയാണ്. അപ്പം നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്നവരായിരുന്നെങ്കിൽ അള്ളാഹു നിങ്ങളെ ആ രീതിയിൽ സഹായിക്കുമായിരുന്നു. പക്ഷെ വിശ്വാസികളുടെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ട സന്ദർഭമായി هذا يمددكم ربكم ب5,000 من الملائكة مصومين. അങ്ങനെ നിങ്ങൾ സൂക്ഷ്മതയോടെ നിങ്ങൾ പാലിക്കുമായിരുന്നെങ്കിൽ ശത്രുക്കൾ ഈ നിമിഷം തന്നെ നിങ്ങളുടെ അടുത്ത് വന്നെത്തിയാലും നിങ്ങളുടെ റബ്ബ് 5000 മലക്കുകളെ, ലബി 5 എന്ന് പറഞ്ഞ 3000 അല്ല, 5000 മലക്കുകളെ കൊണ്ടെങ്കിലും അവരെ തീർത്ത് കളയുമായിരുന്നു നിങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്ത് കൃത്യമായ വീഴ്ച വന്നു. അതാണ് നിങ്ങളുടെ ഉഹദ് യുദ്ധത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പാഠമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുശ്റാ ലക്കും
وَلِتَطْمَئِنَّ قُلُوبُكُمْ بِهِ وَمَا النَّصْرُ إِلَّا مِنْ عِنْدِ اللَّهِ الْعَزِيزِ الْحَكِيمِ. അള്ളാഹു ഇത് നിങ്ങൾക്കൊരു ശുഭവാർത്തയാണ്, ഇതൊരു സന്തോഷ വാർത്തയാണ്. നിങ്ങളുടെ മനസ്സ് ശാന്തമാകാനും യഥാർത്ഥ സഹായം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹിൻ്റെ അടുക്കെന്ന് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന സത്യം. നിങ്ങൾ സഹായം തേടിയിട്ട് മറ്റ് ഗോത്രങ്ങൾ പോയില്ലേ, പല ഗോത്രങ്ങളും സഹായിക്കാന്ന് പറഞ്ഞില്ലേ, മദീനയെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിയത്രേ മദീനയുടെ ചുറ്റുമുള്ള പല ഗോത്രങ്ങളുടെ തലവന്മാരും വന്നിട്ട് പറഞ്ഞു മദീനയെ ഞങ്ങൾ തൊടാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞവരൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ കൂടെയുള്ള സത്യവിശ്വാസികളായ മുഹാജിറുകളും അൻസാറുകളും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് യഥാർത്ഥമായ സഹായം അള്ളാഹുവാണ് നിങ്ങൾക്ക് നൽകുക. لِيَقْطَعَ طَرْفًا مِنَ الَّذِينَ كَفَرُوا أَوْ يَكْبِتَهُمْ فَيَنْقَلِبُوا خَائِبِينَ. സത്യനിഷേധികളിൽ നിന്ന് ഒരു സംഘത്തെ അത് നശിപ്പിക്കുകയോ അവരെ ആശയറ്റ് പിന്തിരിയാൻ സ്വയം പ്രേരിക്കുമാർ അവരെ ഒതുക്കുകയോ ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ അവരെ ഒതുക്കുകയും ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കെതിരെ അള്ളാഹുവിൻ്റെ സഹായം കിട്ടണമെങ്കിൽ, അവർ ആ ശത്രുക്കളെ തുരത്താൻ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായം കിട്ടണം. നിങ്ങൾ ആ അർത്ഥത്തിൽ നിങ്ങൾ തഖ്വ കൊണ്ടും സബർ കൊണ്ടും നിങ്ങൾ വളർന്നിരുന്നെങ്കിൽ നിങ്ങൾക്കതിന് സാധിക്കുമായിരുന്നു. ബദറിൽ നിങ്ങളെ സഹായിച്ചത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പോൾ അത് സത്യവിശ്വാസികൾ. അപ്പോൾ സത്യനിഷേധികളായ ആളുകൾ ഉഹദ് യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ നിഗൂഢമായ രഹസ്യമാണ്. ആ നിഗൂഢത അങ്ങനെ തന്നെ നിൽക്കണം. എന്താണ് അവരെ പ്രേരിപ്പിച്ചത് അവർക്ക് പോലും പിടികിട്ടിയില്ല. യുദ്ധത്തിൽ നിന്ന് അവരെങ്ങനെയാണ് പിന്തിരിഞ്ഞോടിയത്? ഉഹദ് യുദ്ധത്തിൽ അവർ അവസാനം തീർത്ത് കളയാൻ പറ്റുമായിരുന്നു. പൂർണ്ണ വിജയം അവർക്ക് ലഭിച്ചില്ല. അവർ വിജയം ഒരു പേരിന് അവർ ജയിച്ചു. അവർ അങ്ങോട്ട് പിന്മാറി, അവരങ്ങ് പോയി. അത്രേ ഉണ്ടായുള്ളൂ. അവർക്ക് കടന്നാക്രമിക്കാൻ പിന്നെ അവർക്ക് ധൈര്യം വന്നില്ല. എന്തോ അതൊരു നിഗൂഢതയാണ്. ലൈസ ലക മിനൽ അംരി ശൈഉൻ ഔ യതൂബ അലൈഹിം ഔ യുഅദ്ദിബഹും ഫഇന്നഹും ളാലിമൂൻ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയത്തിലൊക്കെ അതിൻ്റെ തീരുമാനമെടുക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പങ്കുമില്ല. അള്ളാഹു തൗബ സ്വീകരിച്ചേക്കാം, അല്ലെങ്കിൽ അവരെ ശിക്ഷിച്ചേക്കാം. അതുകൊണ്ട് അക്രമികളെന്നും അക്രമികളാണ്. അവരുടെ കാര്യത്തിൽ നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കണ്ട. അവരുടെ കാര്യത്തിൽ അള്ളാഹുവിൽ തീരുമാനമുണ്ട്. അവരെ നശിപ്പിക്കണോ? അക്രമികളെ അക്രമികളായിട്ട് തന്നെ നമ്മൾ കാണുകയും അവരുടെ കാര്യത്തിൽ നിങ്ങൾ വലിയ സിമ്പതി ഒന്നും കാണിക്കേണ്ടതില്ല എന്നുകൂടി വിശ്വാസികളെ ഓർമ്മിപ്പിക്കുകയാണ്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് يغفر لمن يشاء ويعذب من يشاء والله غفور رحيم. ആകാശഭൂമിയിലെ സകലതും അള്ളാഹുവിൻ്റെതാ. അവൻ നിങ്ങൾക്ക് പുറത്തു തരും, അവൻ നിങ്ങളെ ശിക്ഷിക്കും. അതൊക്കെ അവൻ ഉദ്ദേശിക്കുന്നവരെ അവന് പുറത്തു കൊടുക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശിക്ഷിക്കുകയും ചെയ്യും. വല്ലാഹു ഗഫൂർ റഹീം. അള്ളാഹു കാരുണ്യവാനാണ്, അവൻ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് ഉഹദ് യുദ്ധത്തിലെ വീഴ്ച അത് വിശ്വാസികൾക്ക് അതൊരു വലിയ പാഠമായിട്ട് കിടക്കേണ്ട കാര്യമാണ്. അത് വിശ്വാസികളുടെ കൂടെ അള്ളാഹു ബദറിൽ സഹായിച്ചല്ലോ. അതുകൊണ്ട് ഉഹദും ഞങ്ങൾ 300 പേര്, 300 ചില്ലാനം പേര്, 313 പേരെന്ന കണക്ക് അല്ലേ, 1000-ഓളം ഞങ്ങൾ ജയിച്ചെങ്കിൽ 1000-ന് 3000 ജയിക്കാൻ സാധിക്കും. ഞങ്ങൾക്കിപ്പോൾ ആയുധ ബലമുണ്ട്, മുഹാജിറുകളുണ്ട്, പല പല ഗോത്രങ്ങളിലെയും നല്ല ആയുധ സജ്ജരായിട്ടുള്ള ആളുകൾ എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് മുസ്ലിങ്ങൾക്കുണ്ടായി എന്നുള്ളത് ഒന്ന്. 2, അന്ധമായി ഇവിടെ ഖുർആനിലെ മേലെയുള്ള ആയത്തുകൾ വരച്ച് കാണിക്കുന്നില്ലേ, ഇത്തരത്തിലുള്ള അവിശ്വാസി കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിൻ്റെ ഫലമായി 300-ഓളം പേര് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ വിശ്വാസികളുടെ മനോവീര്യം കെടുത്തുക എന്നുള്ള അജണ്ടയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതിലപ്പുറം ഈ വിശ്വാസം അവർ ആ ഒരു മദീനയിൽ ജീവിക്കാൻ, എന്നിട്ട് മദീനയിൽ ചെന്നിട്ട് ചില ആളുകൾ യുദ്ധം കഴിഞ്ഞപ്പോൾ വന്ന് ഞങ്ങളെ കൂട്ടായിരുന്നില്ലേ, ഞങ്ങൾ വരുമായിരുന്നില്ലേ യുദ്ധത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാചകം അടിക്കുന്നവർ വേറെയും.
അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമായിട്ടൊന്നും യഥാർത്ഥ വിശ്വാസമില്ലാത്ത, നിങ്ങളുടെ നന്മ ആഗ്രഹിക്കാത്ത ആ ആളുകളുമായിട്ടുള്ള അനാവശ്യമായ വലിയ ആത്മമിത്രങ്ങളായ അവരെ സ്വീകരിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ എന്തേ നിങ്ങൾ ലഭിച്ചത്, നിങ്ങൾ എന്ത് നേടി എന്ന് വിശ്വാസികളോട് ഒരു ആത്മവിചാരണ നടത്തുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവേ സർവശക്തനായ റബ്ബേ, എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളിലും തഖ്വയോടെ, ഇവിടെ പറഞ്ഞു സ്വബ്ർ ചെയ്യാൻ, അതുപോലെ തന്നെ തത്തഖൂ സൂക്ഷ്മത പാലിക്കാൻ, എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിച്ച്, അത് കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഖുർആൻ്റെ അഹ്ലുകാരാക്കണേ അല്ലാ. ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഞങ്ങളെ നല്ല ആമിലീങ്ങളാക്കണേ. നല്ല നീയത്തോടെ ഹസനായിട്ടുള്ള, നല്ല നിൻ്റെ ഇഖ്ലാസും നീയത്തുള്ള, നല്ല ആത്മാർത്ഥമായി നിൻ്റെ വജ്ഹുദ്ദേശിച്ച് അമലുകൾ ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹുവെ ഉൾപ്പെടുത്തണേ. ഈ വിശുദ്ധ ഖുർആന് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ അള്ളാഹുവെ ഇതൊക്കെ കബൂൽ ചെയ്യുന്ന സ്വാലിഹായ അമലാക്കി മാറ്റണേ അല്ലാ. ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് നടക്കണേ അല്ലാ. കണ്ണുകൊണ്ട് തെറ്റായ കാഴ്ചയെ കാണിക്കല്ലേ അല്ലാ. നാവ് കൊണ്ട് തെറ്റിനെ പറയിപ്പിക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഇനിയും വഹിക്കാനാവാത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ തരല്ലേ അല്ലാ. ഹറാമായതിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ കാക്കണേ അല്ലാ. ഹലാലായ ഒരു ജീവിതം, നിനക്കിഷ്ടപ്പെട്ട ജീവിതം നയിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. അള്ളാഹുവേ ഈമാൻ കൊണ്ട് ഹൃദയത്തെ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار اللهم ربنا تقبل منا يا رب العالمين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.